ചില വ്യക്തികൾക്ക് പ്രോട്ടീൻ്റെ അളവ് കുറവായിരിക്കും. അത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ അല്ലെങ്കിൽ നേരത്തെ അനുവർത്തിച്ചിരുന്ന ഭക്ഷണ ശൈലിയിലെ പരിമിതികളൊക്കെ മൂലമായിരിക്കാം ഈ പ്രോട്ടീൻസിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ള ആളുകൾ മാത്രം ഈ പ്രോട്ടീൻ പൗഡറുകൾ വാങ്ങി കഴിക്കുന്നത്, അതും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. പക്ഷെ ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുട്ടി ഈ ഭക്ഷണക്രമമൊക്കെ നന്നായിട്ട് പാലിച്ചിട്ടും അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കുറേ പ്രോട്ടീൻസ്, അതും ഒന്നിലധികം പ്രോഡക്റ്റുകൾ ഇൻ്റർനെറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇതെല്ലാം വലിയ അളവിൽ ഉപയോഗിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മൂത്രം ഒഴിക്കുമ്പോൾ ചെറിയ തടസ്സങ്ങൾ വരുന്നു, മൂത്രത്തിൻ്റെ നിറം മാറുന്നു, അതിൽ വല്ലാത്തൊരു പതയൊക്കെ വരുന്നു, ഇങ്ങനെ ചില അവസ്ഥകൾ കണ്ടു. അപ്പോൾ അടുത്തുള്ളൊരു ഡോക്ടറെ പോയി കാണാനിടയായി. ഡോക്ടർ രക്തമൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് സീറം ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, കിഡ്നിയുടെ ഒരു ഫംഗ്ഷനെ സൂചിപ്പിക്കുന്ന സംഗതിയാണ്. ഈ ക്രിയാറ്റിനിൻ്റെ അളവ് അല്പം കൂടി നിൽക്കുന്നു. പലപ്പോഴും അളവിൽ കൂടുതലായി, അമിതമായി, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിൽ കൂടുതലായ അളവിൽ ഈ പ്രോട്ടീൻ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾക്ക് ചെറിയ പ്രശ്നം വരാം, ക്രിയാറ്റിനിൻ കൂടുന്നൊരവസ്ഥ വരാം. രക്തസമ്മർദ്ദം പരിശോധിച്ച് നോക്കിയപ്പോൾ രക്തസമ്മർദ്ദവും കുറച്ച് കൂടി നിൽക്കുന്നു. അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ചെറിയ തകരാറ് വന്നു കഴിഞ്ഞാൽ ഈ ചെറുപ്രായത്തിൽ തന്നെ രക്തസമ്മർദ്ദം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വർക്കൗട്ട് നല്ലതാണ്, അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ഷണ ക്രമീകരണം തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ ഈ സപ്ലിമെൻറ്റുകൾ എന്ന് പറഞ്ഞ ചില സംഗതികൾ, ആ സപ്ലിമെൻറ്റുകൾ വെറുതെ നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ നോക്കി ഓർഡർ ചെയ്ത് വാങ്ങി കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിൽ കൂടുതൽ അളവിലകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുട്ടിക്ക് പറ്റിയതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാം, കിഡ്നിയുടെ പ്രവർത്തനങ്ങൾക്ക് ചെറിയ തകരാറ് വരാം, രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥയിലേക്ക് വരാം.